ഒരു സ്ത്രീ ഒരു തൊഴിലിടത്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാകേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടാകുന്നു എന്നത് വളരെ ഗൗരവതരമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള സംരക്ഷണം ഒരുക്കുക എന്നതാണ് നമ്മുടെ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഏറ്റവും നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകണം. ആ ഇരയ്ക്ക് നീതി കിട്ടാനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം. പക്ഷെ അതുണ്ടാകുന്നില്ല. ഈ സിസ്റ്റത്തിൽ എന്തോ പാളിച്ചകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി നൽകിയ സംവിധായികയും അധ്യാപികയുമായ ആശ ആച്ചി ജോസഫ് താൻ അതിജീവിതയല്ല, ഇരയല്ല, ആ വിളികൾ തന്നെ വിഷമിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. ആ ആശ ആച്ചി ജോസഫ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ അതിലും ഗുരുതരമായ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയായ ആശ ആച്ചി ജോസഫ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ സംഭവത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചു. സിസ്റ്റം അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്നു. ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്തപ്പെടുമെന്നാണ് കരുതുന്നത് എന്നതാണ് ആശ ആച്ചി ജോസഫ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അഭിമുഖം നടത്തുകയായിരുന്ന ഞാൻ ആശ ആച്ചി ജോസഫിനോട് ചോദിക്കുമ്പോൾ അവർ എണ്ണമിട്ടാണ് എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് പറയുന്നത്. ഈ സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികരിച്ച വ്യക്തിയാണ് ഞാൻ. അത് മുഖ്യമന്ത്രിയാണ് ആദ്യം അറിയിക്കുന്നത്. അതിൽ തനിക്കൊരു മറുപടി പോലും കിട്ടിയില്ല. എങ്ങനെയാണ് ഇതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യം പോലും അവിടെ നിന്നുണ്ടായില്ല. അപ്പോഴും അവർ നടത്തിയ ആ നീക്കങ്ങളിൽ ആദ്യം വിശ്വാസം അർപ്പിച്ചു. പക്ഷേ 3 മാസത്തോളം കാത്തിരുന്നതിന് ശേഷം തൻ്റെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ് ആശ ആച്ചി ജോസഫ് പറയുന്നത്. താൻ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത് അതൊരു തിരുത്തിന് വേണ്ടിയാണ് എന്നുകൂടി പറയുന്നു. അപ്പോൾ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സംഭവിച്ച വീഴ്ച, മുഖ്യമന്ത്രിയിൽ എങ്ങനെയാണ് വിശ്വാസം നഷ്ടപ്പെട്ടത് എന്നത് ആശ പറയുന്നു. അത് കേൾക്കാം. മുഖ്യമന്ത്രിയെ ആദ്യം ഇത് അറിയിക്കുന്നു. അതിനുശേഷം അവിടെ നിന്നാണ് ഈ നടപടികളുടെ തുടക്കം ഉണ്ടാകുന്നത്. പക്ഷേ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത് താങ്കൾക്ക് വേണ്ടിയുള്ളതാണ് ആക്ഷൻ എന്ന് താങ്കൾക്ക് തോന്നുന്നില്ല. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു എന്ന് കരുതുന്നുണ്ടോ? വീഴ്ച എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അക്കൗണ്ടബിലിറ്റി, അതായത് ഒരു ഉത്തരവാദിത്വം നടത്തുന്നതിലുള്ള തകരാറ് എന്ന് പറയുന്നതായിരിക്കും നല്ല. കാരണം ഉത്തരവാദിത്വം അറിയാൻ വയ്യാത്ത ആൾക്കാരല്ലല്ലോ അവർ. ഉത്തരവാദിത്വം അറിയുന്നവരാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ 4 മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കോപ്പി വെച്ചിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതെല്ലാതും അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ അതേസമയം കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയിരുന്നു. അത് വേറെ ഒരു രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കാരണം കേരളം വളരെ നന്നായി ഗവേണൻസ് നടത്തുന്ന ഒരു സംസ്ഥാനമാണെന്നാണല്ലോ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് താനും. അപ്പോൾ ഇതിന് ഒരു എന്തുകൊണ്ടാണ് ഈ പറയുന്ന അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടാകുന്നത് ഈ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തമായിട്ടുള്ള രീതിയിൽ അത് പോലീസ് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന പോലീസുകാരികളൊന്നും ഒരു രീതിയിലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അവർ വളരെ സഭ്യമായ രീതിയിൽ വളരെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ മാത്രമാണ് അവർ പെരുമാറിയിട്ടുള്ളത്. എനിക്ക് വളരെയധികം എമ്പതിയാണ് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവരെ പേഴ്സൺസ് എന്നുള്ള രീതിയിൽ അവരുടെ ട്രെയിനിങ് വളരെ മെച്ചമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആ ട്രെയിനിങ് അവിടെ ഒതുങ്ങി നിൽക്കുന്നു. സിസ്റ്റം മൊത്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓരോരോ സ്ഥലത്തു നിന്ന് കിട്ടേണ്ട സപ്പോർട്ട്, അതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സിറ്റിസൺ ഇതുപോലെ ഒരു ക്രിമിനൽ ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് സുവമോട്ടോ ആയിട്ട് കേസെടുക്കുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി വളരെ വളരെ പ്രധാനമാണ്. എല്ലാ സിസ്റ്റംസും, അതായത് പോലീസ്, നീതിന്യായ കോടതികൾ, ഇതെല്ലാതും പെരുമാറുന്നതിൻ്റെ ഒരു എൻവയൺമെൻറ്റ് വിക്ടിമിനെ വീണ്ടും വീണ്ടും വിക്ടിമൈസ് ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റാണ്. അതാണ്
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനുള്ള മാനസികാവസ്ഥ പോലും താങ്കൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ താങ്കൾ മുഖ്യമന്ത്രിയെ രേഖാമൂലം ഇതറിയിക്കാൻ തീർച്ചപ്പെടുത്തുകയാണല്ലോ. നമുക്കറിയാം, മറ്റൊരു അതിജീവിതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കപ്പിൽ എഴുതിയ വാചകം പോലും കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവൾക്കൊപ്പം എന്ന മെസ്സേജ് കൊടുക്കുന്ന പല വിധത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസമാണോ ആദ്യം മുഖ്യമന്ത്രിയെ അറിയിക്കാം എന്ന നിലയിലേക്ക് താങ്കളെ എത്തിച്ചത്? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്ട്രസ് അസോൾട്ട് കേസിന് ശേഷം WCC തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹം വളരെ എംപത്തറ്റിക് ആയിട്ട് സിനിമയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള മുൻകൈയെടുക്കുകയും അതേ വർഷം തന്നെ, അതായത് ഞങ്ങൾ മെയ്യിൽ കാണുന്നു, പിന്നെ ജൂണിൽ 2017 ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം ബാക്കി ഉള്ളത് ചരിത്രമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ വളരെ മതിപ്പുള്ള ഒരാളുമാണ് ഞാൻ. എന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വളരെ ഗൗരവമായി കാര്യങ്ങൾ എടുക്കുകയും കാര്യങ്ങളെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ്റാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് തീർച്ചയായിട്ടും ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ അടുത്ത 4 ദിവസത്തിനകം എൻ്റെ മൊഴിയെടുക്കാനായിട്ട് ആൾക്കാർ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല. അത് എനിക്ക് എന്ന് പറഞ്ഞാൽ വളരെ ദിവസം വളരെ 1-2 മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത്. അതുവരെ യഥാർത്ഥത്തിൽ ഞാൻ എന്തോ സംഭവിക്കാനിരിക്കുന്നു, ഇനിയും എന്തോ സംഭവിക്കും. പ്രധാനമായിട്ടും ഈ എഗെയിൻ ബാക്ക് ടു ദ പോഷ് ആക്ട്, ആ ആക്റ്റിൽ പറയുന്നത് നമ്മൾ ഇങ്ങനെ കുറ്റകരമായ ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഔദ്യോഗികമായുള്ള എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നടന്നത് ഔദ്യോഗികമായ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അദ്ദേഹം. പക്ഷെ ഒരു രീതിയിലുള്ള പബ്ലിക് കമ്മ്യൂണിക്കേഷനും അതിൽ നടന്നില്ല. എന്നോടും ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. വാക്കാലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം IFFKയിൽ വരില്ല, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വന്നോളൂ, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ നിങ്ങൾ വരണം. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് IFFKയുടെ ബുക്കിലുണ്ടാവില്ല. പക്ഷേ നിയമത്തിനോടനുസരിച്ച് അഗെയിൻ കമ്മിങ് ബാക്ക് ടു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഒഫീഷ്യലായ പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് നമുക്കറിയാമല്ലോ, നമ്മളൊരു കത്തെഴുതുമ്പോൾ നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ മറുപടി ആക്ഷനായിട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ വിചാരിക്കുന്നു അത് നല്ലതിനാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ടായില്ല. അതാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നത് ആശാ ജി ജോസഫ് പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല, എങ്ങനെ ഇതിൽ മുന്നോട്ട് പോകണമെന്ന തരത്തിൽ തന്റെ അഭിപ്രായം തേടിയില്ല. ആരോപണ വിധേയനെ മാറ്റി നിർത്തുമ്പോൾ അത് ഒരു നടപടിയായി, ശിക്ഷയായി അയാൾക്ക് തന്നെ ബോധ്യപ്പെടണം, അതുണ്ടായില്ല. ഒരു വരി നോട്ട് പോലും ഒഫീഷ്യലായി അതിനെതിരെ ഉണ്ടായില്ല. അതേസമയം തന്നോട് വാക്കാൽ അയാൾ മാറി നിൽക്കുമെന്ന് അറിയിക്കുകയായിരുന്നു. അതല്ല ഇതുപോലെ ഗൗരവമുള്ള ഒരു പരാതിയിൽ ഒഫീഷ്യലായി സ്വീകരിക്കേണ്ട നടപടികൾ എന്നത് വളരെ വ്യക്തമായി തന്നെ ആശാ ജി ജോസഫ് പറയുകയാണ്. മാത്രവുമല്ല, താൻ കടന്നു പോകുന്ന അവസ്ഥ എന്താണ് അവിടെ സംഭവിച്ചത്, എത്ര ഗൗരവതരമാണ്. സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ ജോലി ചെയ്യാനായി എത്തിയ വ്യക്തിയാണ്. അധികാരം ഉപയോഗിച്ച് അവിടെ ഈ ശാരീരികമായ തരത്തിൽ ദുരുപയോഗിക്കാനുള്ളൊരു നീക്കം നടക്കുന്നു എന്നത് അതിഗൗരവമായ സംഭവമാണ്. ആ സുരക്ഷ ഒരുക്കാൻ പറ്റാത്ത സർക്കാരിന് അതിൻ്റെ നടപടിക്രമങ്ങളിലും വീഴ്ച വരുന്നു എന്ന ഗുരുതരമായ സാഹചര്യമാണ് അവർ തുറന്നു പറയുന്നത്. ഒപ്പം ഈ പരാതി നൽകുന്നതിൽ നിന്ന്, അതിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വലിയ ശ്രമവും ആശാ ജി ജോസഫിന് നേരിടേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ആ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ആരാണ് അവർ എന്ന് പറയാത്തതെന്ത് എന്ന് ഞാൻ ചോദിച്ചു. അവരും കുറ്റത്തിന് കൂട്ടുനിൽക്കുന്നവരല്ലേ, അവരെക്കുറിച്ച് എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആശാ ജി ജോസഫ് പറഞ്ഞത് തനിക്ക് നിലനിൽക്കണം എന്നതുകൊണ്ടാണ് പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിച്ചവരുടെ പേര് ഇപ്പോൾ പറയാത്തതെന്നാണ്.
തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് പോകാനാകില്ല തനിക്ക് ഈ ഘട്ടത്തിൽ. ഏതൊക്കെ എപ്പോഴൊക്കെ ചെയ്യണമെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട്. ആവശ്യമുള്ള സമയത്ത് അവരുടെ പേരുകൾ പറയുമെന്നും ആശാ ജി ജോസഫ് പറയുന്നു. അതുകൂടി കേൾക്കാം. എനിക്ക് നിലനിൽക്കണമല്ലോ. ഞാൻ എല്ലാതും പുറത്തു പറഞ്ഞ് എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് ഇത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും എനിക്ക് ഈ കാര്യം നടന്ന ഉടനെ വന്ന് മാധ്യമങ്ങളോട് പറയുകയല്ല ചെയ്തത്. ഞാൻ വളരെ കൃത്യമായിട്ട് എന്താണോ ഈ നാടിൻ്റെ നിയമം അത് അനുശാസിക്കുന്ന കാര്യങ്ങൾ മുഴുവനും പിന്തുടർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ ഘട്ടത്തിനെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ദോഷം ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രൈം അതാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് ഇതിനെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പുറത്തു പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിലും ഉറച്ച തീരുമാനങ്ങളുണ്ട് ആശാ ജി ജോസഫിന്. നമ്മൾ ഏത് ഒരു പരാതിയാണെങ്കിലും നമ്മുടെ സംവിധാനത്തിന് മുന്നിലേക്ക് എത്തിയാൽ അവർക്ക് നീതി ഉറപ്പാക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സഹകരണവും സഹായവും ഉണ്ടാകണം നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന്. അവിടെ വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന തുറന്നു പറച്ചിലാണ് ആശാ ജി ജോസഫ് നടത്തുന്നത്. ആശ മുഖ്യമന്ത്രിയെ എങ്ങനെ വിശ്വസിച്ചിരുന്നു? ഈ സർക്കാരിന്റെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള, അതിജീവിതമാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടിനെ എത്ര സ്വീകാര്യമായിട്ടാണ് കണ്ടതെന്നത് പറയുന്നുണ്ട്. അവിടെ ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ ആശാ ജി ജോസഫ് ചെയ്യുന്നത്. അതിനെ ഉൾക്കൊള്ളാനും തിരുത്താനും ഉള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വിമർശനത്തെ വളരെ പോസിറ്റീവായി നോക്കിക്കാണാൻ സർക്കാരിന് കഴിയട്ടെ എന്നതാണ് പറയാനുള്ളത്. കാരണം അതിജീവിതമാർ അവർ പൊരുതാൻ തീരുമാനിച്ച് മുന്നോട്ട് വരുന്നത് തന്നെ ഈ സമൂഹത്തിനും അവരെ പോലെ ഈ കെടുതികളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്കും വലിയ പ്രചോദനമാണ്. അവർക്കൊപ്പം നിൽക്കുമ്പോഴാണ് സർക്കാരിന് ആ രീതിയിലുള്ളൊരു സന്ദേശം സമൂഹത്തിന് നൽകാൻ കഴിയുക. അവിടെ ഒരു പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. വേട്ടക്കാരൻ അത് തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരെ വേട്ടക്കാരനായി തന്നെ കണ്ട് അകറ്റി നിർത്താനും അത് പരസ്യപ്പെടുത്താനും ഒരു സംവിധാനങ്ങൾ തയ്യാറാകണം. അതിനുള്ള ശേഷി കാണിക്കണം. അത് ഒരു തെറ്റുതിരുത്തലിനുള്ള സാഹചര്യമായി ഉപയോഗിക്കപ്പെടട്ടെ എന്ന് കരുതാം. ഒപ്പം ആശാ ജി ജോസഫ് സമൂഹത്തിനോട്, പൊതുസമൂഹത്തിനോട് പറയുന്നത് തന്നോടുള്ള ഐക്യപ്പെടൽ എന്നതാണ്. അത് ഈ സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഓരോ അതിജീവിതമാരോടും ഉള്ള ഐക്യപ്പെടലാകണം. ആശാ ജി ജോസഫിന്റെ ഇപ്പോഴത്തെ ഈ നിലപാട്, സമീപനം അതൊരു വലിയ സന്ദേശമാണ്. ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാണ്. പരാതിയിൽ നിന്നോ ഒന്നും ഒരു സ്ത്രീയെയും പിന്തിരിപ്പിക്കാനാകില്ല. അവർക്ക് പോരാടാനുള്ള ശക്തിയുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള ആർജവമാണ് ആശ കാണിക്കുന്നത്. ആ സന്ദേശം ഉൾക്കൊള്ളാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അവർക്കൊപ്പം ഐക്യപ്പെടാനും കഴിയണം. എന്തായാലും വളരെ വിശദമായിട്ടുള്ളൊരു തുറന്നു പറച്ചിലാണ് ആശാ ജി ജോസഫ് ന്യൂസ് 18നോട് നടത്തിയിരിക്കുന്നത്. ന്യൂസ് 18ന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും ആ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.